നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കിലാണോ മ്യൂച്വൽ ഫണ്ടാണോ നല്ലതെന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ ജനറലി എനിക്കൊക്കെ ഉണ്ടായിരുന്നൊരു പേടിയാണ്. ഞാനൊക്കെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത കാലത്ത് നമ്മൾ ഈ വെൽത്ത് മാനേജേഴ്സ്, ഫണ്ട് മാനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കാണും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അപ്രോച്ചബിൾ അല്ല എന്ന് തോന്നുന്ന ഒരു ആൾക്കാരായിരുന്നു ഈ വെൽത്ത് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്ഥലത്ത് ഈ വെൽത്ത് മാനേജേഴ്സിനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബാലുവിനെ നമ്മൾ ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും ഇതിന് ഫീസ് വരുന്നത്, അല്ലെങ്കിൽ സർവീസസിന് എന്താണ് ചാർജ് ചെയ്യുന്നത്? എൻ്റെ ചാർജസ് ആബ്സല്യൂട്ട്ലി സീറോ തന്നെയാണ്. കാരണം 2 ടൈപ്പ് ഓഫ് ചാർജസ് ആണ് ഒരു വെൽത്ത് മാനേജർ ചാർജ് ചെയ്യുക. ഒന്ന് ഒരു അഡ്വൈസറി ഫീസും, 2 ഡിസ്ട്രിബ്യൂഷൻ സർവീസസ്. ഞാൻ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഇറ്റ് ഈസ് സിമിലർ ടു ഇൻഷുറൻസിൻ്റെ കമ്മീഷൻ പോലെ. ഇപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൻ്റെ AMCs എനിക്കൊരു കമ്മീഷൻ പേ ഔട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നാളെ ഞാൻ പോയിട്ട് ഇപ്പോൾ ശ്രീരാഗിൻ്റെ അടുത്ത് എനിക്ക് ഇതിന് ചാർജസ് തരണം, എൻ്റെ ഒരു ഫീസ് പോലെ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇല്ലീഗൽ തന്നെയാണ്.